അങ്ങ് പറഞ്ഞ ഈ ഭൂരിപക്ഷം ഉണ്ട് എങ്കിലും വികസനത്തിൻ്റെ കാര്യത്തിൽ അത് തടസ്സമാവുമെന്നൊക്കെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തിനാ പ്രതിപക്ഷം വികസനത്തിൻ്റെ കാര്യത്തിൽ തടസ്സപ്പെടുത്തുന്നത്? കാരണം ഇവിടെ വിജയിച്ചു വന്നിട്ടുള്ള 100 കൗൺസിലർമാർ NDAയുടെ ആവട്ടെ LDFിൻ്റെ ആവട്ടെ UDFിൻ്റെ ആവട്ടെ 2 സ്വതന്ത്രരാവട്ടെ അവരൊക്കെ അവരുടെ വാർഡുകൾ പറഞ്ഞിട്ടുള്ളത് ആ വാർഡുകളുടെ ആവശ്യങ്ങൾ പ്രശ്നങ്ങൾ ഞങ്ങൾ പരിഹരിക്കാം, ശരിയാണ്, ആ വാർഡിലെ ജനങ്ങളുടെ കാര്യങ്ങൾ ഞങ്ങൾ നിർവഹിക്കാം എന്ന് പറഞ്ഞിരിക്കുമ്പോൾ അതിന് ഞങ്ങൾ സപ്പോർട്ടീവായിട്ടുള്ള നിലപാടെടുക്കാൻ പോകുന്നത്. ഇപ്പം ജയിച്ചു വന്നിട്ടുള്ള LDF UDF കൗൺസിലർമാരുടെ വാർഡുകളുടെ ഉൾപ്പെടെ അവിടുത്തെ ഉൾപ്പെടെ വേസ്റ്റ് മാനേജ്മെന്റിൽ പെർഫെക്റ്റ് ആക്കാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. ആ വാർഡുകളിൽ ഉൾപ്പെടെ തെരുവുനായ്ക്കളെ പിടിച്ച് കൂട്ടിലടച്ചുകൊണ്ട് ജനങ്ങളുടെ ശല്യം ഒഴിവാക്കാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. അവിടെ ഉൾപ്പെടെ വെള്ളക്കെട്ടുണ്ടെങ്കിൽ ഞങ്ങൾ കേന്ദ്ര സർക്കാരിൻ്റെ ഉൾപ്പെടെ സഹായത്തോട് പരിഹരിക്കാനാണ് ശ്രമിക്കുന്നത്. അവിടെ തന്നെ കുടിവെള്ള ക്ഷാമം ഉണ്ടെങ്കിൽ ആ പ്രശ്നം എങ്ങനെ പരിഹരിക്കാമെന്നാണ് ഞങ്ങൾ നോക്കുന്നത്. അങ്ങനെ ഞങ്ങൾ പരിഹരിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഗൗരവമായ പൊതുപ്രവർത്തനത്തെ കാണുന്നവർ ഞങ്ങൾക്ക് പിന്തുണ തരും. പിന്നെ ആശയപരമായി ഞങ്ങളുടെ ആശയ അടിത്തറയിൽ ഉറച്ചു നിന്നുകൊണ്ട് ഒരു വിട്ടുവീഴ്ചയില്ല, ആശയ അടിത്തറയിൽ ഉറച്ചു നിന്നുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ വികസനം നടപ്പിലാക്കുന്നത്. അങ്ങനെ വരുമ്പോഴേക്ക് സ്വാഭാവികമായിട്ട് അങ്ങ് പറഞ്ഞ വിയോജിപ്പുകളുണ്ടാവും. ആ വിയോജിപ്പുകൾ ഉണ്ടാവണമല്ലോ. അങ്ങനെ ഉണ്ടായില്ലേ ജനാധിപത്യത്തിന്റെ സൗന്ദര്യം. ഇപ്പം ഞങ്ങൾ പറയുന്ന എല്ലാവരും കേൾക്കുകയും അവർ പറയുന്ന എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ജനാധിപത്യത്തിന്റെ സൗന്ദര്യം നിലനിൽക്കില്ല. അപ്പോൾ ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ, ആശയപരമായ കാര്യങ്ങൾ വരും, ആ ഭിന്നതകൾ വരും. ആ ഭിന്നത വരുമ്പോൾ ആരോഗ്യകരമായ ചർച്ചകളുടെ പരിഹരിക്കുക. പിന്നെ ഏറ്റവും വലിയ സന്തോഷകരമായ കാര്യം മുൻ MLA, മുൻ മേയർ ഉൾപ്പെടെയുള്ളവർ കൗൺസിലുണ്ട്. അതിന് ഞാൻ വളരെ പോസിറ്റീവായിട്ടാണ് കാണുന്നത്. കാരണം ഗൗരവമായ രാഷ്ട്രീയ ചർച്ചകൾ കൗൺസിൽ വേദിയാവും. വിമർശനങ്ങളുണ്ടാകാം, സ്വയം വിമർശനങ്ങളുണ്ടാകാം. ഞങ്ങൾ തിരുത്തലുകൾ വരുത്തേണ്ടി വരും ഞങ്ങളുടെ പ്രവർത്തനത്തിൽ. ഈ മുതിർന്ന ആൾക്കാർ നേതാക്കന്മാർ ഇടപെട്ട് പറയുമ്പോഴേക്കും തിരുത്തേണ്ട കാര്യങ്ങൾ തിരുത്തും. ഞങ്ങൾ സമരങ്ങൾ ഉണ്ടായേക്കാം. അതൊക്കെ ജനാധിപത്യത്തെ അനുവദിച്ച് ഞങ്ങൾ എത്രയോ സമരം ചെയ്യും. ഞങ്ങൾ ജീവിത സമരം ആരാ ചെയ്യില്ല. അപ്പോൾ അങ്ങനെയുള്ള അവസരങ്ങൾ വരുമ്പോഴേക്കും അതിനെ ജനാധിപത്യത്തിന്റെ സൗന്ദര്യമായി കണ്ടുകൊണ്ട് ഭരണപക്ഷമായാലും വിട്ടുവീഴ്ച സ്ഥലങ്ങൾ വിട്ടുവീഴ്ച നടത്തുന്നു. ചില കാര്യങ്ങൾ പ്രതിപക്ഷത്തോട് നമ്മൾ അങ്ങോട്ട് ചർച്ച ചെയ്യേണ്ടി വരും. അങ്ങനെ ചർച്ച ചെയ്ത് തീരുമാനമെടുത്ത് മുന്നോട്ട് പോകാമെന്നുള്ള ഒരു ആലോചനയില്ല. വികസനത്തിന്റെ കാര്യത്തിൽ കോംപ്രമൈസ് അല്ല, ഒരു പൊതുവായ തീരുമാനങ്ങൾ എടുക്കുക, ആ തീരുമാനങ്ങൾ നടപ്പിലാക്കുക. വികസനത്തിന്റെ കാര്യത്തിൽ 101 പേരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് ഒരു വാർഡ്, ഇപ്പൊ ഓരോ വാർഡിന്റെ സ്വഭാവം ഓരോന്നാണ്. ഓരോ വാർഡിലും പഠിച്ചിട്ട് അവിടെ എന്താണ് ആവശ്യത്തിൽ അതിനപ്പോൾ ഒരു മടിയില്ല. ഇനിയിപ്പോൾ ജയിച്ചു വന്നത് ഒരു പ്രതിപക്ഷ കൗൺസിലറാണ്, അവിടെ കുറച്ച് ഫണ്ട് കുറച്ചേ കൊടുക്കാൻ പറ്റുമല്ലോ, അങ്ങനെയുള്ള ഒരു ചിന്തയുമില്ല. കാരണം ഞാൻ പ്രതിപക്ഷ കൗൺസിലർ ആയിരുന്ന ആളാണ്. പ്രതിപക്ഷ കൗൺസിലർമാരോട് വിവേചനം കാണിക്കുന്നതിന്റെ ഏറ്റവും വലിയ വേദന അനുഭവിച്ചിട്ടുള്ള ഒരാളാണ്. അതുകൊണ്ട് തന്നെ മറ്റൊരു ജനപ്രതിനിധി ഇനി ആ വേദന അനുഭവിക്കും, ഏത് പാർട്ടി ആയിക്കോട്ടെ, റെസ്പെക്റ്റീവ് ഓഫ് പാർട്ടി. ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിച്ച് വോട്ട് നേടി വന്ന ഒരു ജനപ്രതിനിധി ആ വേദന അനുഭവിക്കരുത് നിർബന്ധമുള്ള വ്യക്തിയാണ്.